നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 ആണ്ട് മേടമാസം 1 തീയതി ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. ചാരവശാലുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രാശിയിലും ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ച സമയത്തുള്ള ലഗ്നം വെച്ചുള്ള ഫലങ്ങളല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തതായി വിഷുഫലം അറിയുന്ന രാശിയും നക്ഷത്രങ്ങളും തുലാം രാശിയാണ്. അതായത് തുലാം കൂറ്. തുലാം രാശിയിലെ ചിത്തിര 3-4 പാദങ്ങളും ചോതി പൂർണ്ണമായും വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവർക്കുമുള്ള ഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. ഈ വർഷത്തെ വിഷുഫലം. നിങ്ങളുടെ വിഷുഫലം എന്തെന്നറിയുന്നതിന് മുമ്പായി ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫലങ്ങൾ ഇഷ്ടമായെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ വിഷുഫലം എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു പഠനമൊക്കെ നടക്കുന്ന കാലമാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലം. അതുപോലെ വിവാഹം ഇതുവരെ താമസം വന്നവർക്ക് അവരുടെ വിവാഹങ്ങളൊക്കെ നടക്കുന്ന വളരെ മനോഹരമായൊരു സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും നടത്തിയെടുക്കുവാൻ ഈ ഒരു സമയം ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു സമയം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ ചെറിയ ചെറിയ മനക്ലേശങ്ങളും മനസമാധാനക്കേടൊക്കെ ഉണ്ടായേക്കാം. കൂട്ടുകാരുമായുള്ള സംസാരവും സഹകരണവും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്ന 2026 ഈ ഒരു വിഷു പിറക്കുന്ന കാലം. അതുപോലെ സർക്കാർ ജോലിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. 10ാം ക്ലാസ്സും +2 ഒക്കെ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലം. PSC ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് അവരെ ജോലിയൊക്കെ തേടിയെത്തുന്ന വളരെ നല്ലൊരു സമയമാണ്. ദീർഘകാലമായി പോകണം എന്നാഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലം. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ സ്വർണ്ണാഭരണങ്ങൾ കൃത്യമായും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അയൽക്കാരുമായുള്ള ശത്രുതകളൊക്കെ മാറി രമ്യതയിൽ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലം നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഈ ഒരു നക്ഷത്രക്കാർ എല്ലാ മാസവും ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു വിഷു ആശംസകൾ കൂടി നേരുന്നു.